ഈ ഓഡിയോ 6th സെമസ്റ്റർ നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡിസർട്ടേഷനെ കുറിച്ചാണ്. അത് എന്തൊക്കെ ഗൈഡ് ലൈൻസ് എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ നമുക്ക് ടോപ്പിക് അല്ലെങ്കിൽ ഏരിയാസ് സെലക്ട് ചെയ്യാം ആൻഡ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഓഡിയോ. സോ ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ 5 മെമ്പേഴ്സ് കാണുമല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിൽ. 5 to 6 മെമ്പേഴ്സ് കാണും നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ ഓരോരുത്തരും ഓരോ എന്താ പറയുക വർക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. സോ നിങ്ങളുടെ വർക്ക് എന്താണോ അത് മാക്സിമം സിൻസിയറായിട്ട് ചെയ്യുകയും വേണം. ബാക്കിയുള്ളവർ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചും നല്ല രീതിയിലുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം. ഒരു കോർഡിനേഷൻ പ്ലസ് കോപ്പറേഷൻ എന്തായാലും പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ കാണണം. അപ്പം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഈച്ച് ഓഫ് എന്താ പറയുക 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓരോരുത്തരടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ഓരോരുത്തരും എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവരവർക്കൊരു ബോധം വേണം. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്താണ് ഈ പ്രോജക്റ്റ് വർക്കിൽ കോൺട്രിബ്യൂഷൻ നൽകിയേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട്. അതുപോലെ തന്നെ ഏത് ടോപ്പിക്കാണോ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ടോപ്പിക്ക് ചൂസ് ചെയ്യുക. ഇപ്പം പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ 20 അല്ലെങ്കിൽ 25 പേജസാണ് മാക്സിമം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതറിയാലോ, ഒരു എക്സ്റ്റേണൽ എക്സാമിനർ വരും, ഒരു വൈവാബൂസി കാണും. അപ്പോൾ വൈവാബൂസി എന്ന് പറയുമ്പോൾ ഈ എക്സ്റ്റേണൽ എക്സാമിനർ തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് 80+20 മാർക്സ് കിട്ടുന്നത്. പ്രോജക്റ്റിന് 80 മാർക്സും വൈവയ്ക്ക് 20 മാർക്സ് ഔട്ട് ഓഫ് 20 ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു A4 സൈസിലെ പേപ്പറിൽ വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും. 1 സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ സ്പേസ് ഇട്ടായിരിക്കും ചെയ്യുന്നത് നമ്മൾ. പിന്നെ ടൈംസ് ന്യൂ റോമൻ ഇട്ട്, അതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 12 ആയിരിക്കും ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. സ്പൈറൽ ബൗണ്ടിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ പാരഗ്രാഫ്സ് ആൻഡ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓരോ ടീച്ചേഴ്സ്, കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പറയും. MLA ഫോർമാറ്റിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പാരഗ്രാഫ്സ് തമ്മിൽ ഡബിൾ സ്പേസ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. നോ അഡീഷണൽ സ്പേസ് ബിറ്റ്വീൻ പാരഗ്രാഫ്സ്. പിന്നെ ഓരോ പുതിയ ചാപ്റ്ററും പുതിയ പേജിലായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, അതിന് 5 പേജസ് തന്നെ മസ്റ്റായിട്ട് വേണം. ചാപ്റ്റർ ഡിവിഷൻ, ചാപ്റ്റർ 2 എന്ന് പറയുന്നത് കോർ ചാപ്റ്റർ ആണ്, അത് 15 പേജസും. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് കൺക്ലൂഷൻ, അത് വീണ്ടും 5 പേജസുമാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് വർക്ക് സൈറ്റഡ്. ഓക്കെ, അപ്പം ഈ ഇൻട്രൊഡക്ടറി പേജ് എന്ന് പറയുമ്പോൾ, ഇൻട്രൊഡക്ഷൻ പേജ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചറിലോ ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പൊതുവേ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, ഒരു 2-3-4 ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പതുക്കെ എന്നിട്ട് വേണം നിങ്ങൾ ടോപ്പിക്കിലോട്ട് എത്താൻ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ട്രാൻസ്ജെൻഡർ ലിറ്ററേച്ചറിനെ കുറിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻ ഇന്ത്യ, അതായത് ട്രാൻസ്ജെൻഡർ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസ് ഫ്രം ഇന്ത്യ എന്നാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞ് പുതിയ ട്രെൻഡുകൾ എങ്ങനെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ മാറിയത്, എന്തൊക്കെ എവല്യൂഷൻ സംഭവിച്ചു ഇന്ത്യൻ ലിറ്ററേച്ചറിൽ, മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു. പിന്നീട് ഇപ്പം ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോബയോഗ്രഫീസിനെ കുറിച്ച് പിന്നെ പൊതുവായിട്ട് പറഞ്ഞിട്ട്, അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ, അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ലിറ്ററേച്ചർ എന്താണെന്നൊരു ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ പറയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിനുശേഷം ഇന്ത്യൻ ലിറ്ററേച്ചറിലോട്ട് വരണം. പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതായത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡുകളായിരിക്കുമല്ലോ, ഓരോ റീസെൻ്റ് ആയിട്ട് എന്തൊക്കെ എവല്യൂഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ പുതിയ ഏരിയാസിലാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇപ്പോൾ ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനത്തുള്ള കാര്യങ്ങൾ വന്നിട്ട് പതുക്കെ എന്ത് ചെയ്യണം, നമ്മളിപ്പം ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസ് ആണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോബയോഗ്രഫീസിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസ് ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് നിങ്ങൾ എന്താണ് ഈ പ്രോജക്റ്റിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഈ ഒരു ഇൻട്രൊഡക്ടറി പേജിനകത്ത് അത് പറഞ്ഞിട്ട് വേണം നിർത്താൻ. അതായത് നിങ്ങൾ ഇന്ന 5 ഓട്ടോബയോഗ്രഫീസാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, 5 ഓതേഴ്സിൻ്റെ എന്താണ് നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് ചെയ്യാൻ പോകുന്നതെന്നും ഈ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് പറഞ്ഞ് നിർത്തി അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ, അതാണ് ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് വേണ്ടത്. ലിറ്ററേച്ചറിനെ കുറിച്ച്, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച്, ദെൻ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ, മേജർ റൈറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. 5 പേജസ് അല്ലേ ഉള്ളൂ. അപ്പം ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുക, ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് പറയുക, അവസാനം ഓട്ടോബയോഗ്രഫീസാണ്, ഓട്ടോബയോഗ്രഫീസിനെ കുറിച്ച് പറയുക, ദെൻ ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസിനെ കുറിച്ച് പറയുക. അതിനുശേഷം എന്ത് ചെയ്യാണ്, നമ്മൾ ഏത് ബുക്കൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്, ഏത് റൈറ്റേഴ്സിൻ്റെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ട് വേണം ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് നിർത്താൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ റൈറ്ററിൻ്റെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുക, അമേരിക്കൻ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുക, റീസെൻറ്റ് ട്രെൻഡ്സും നിങ്ങൾ എങ്ങനെ ഈ ഒരു ബുക്കിലോട്ട്, അതായത് ഈ ഒരു റൈറ്ററിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ
അതിനെക്കുറിച്ചും പറയാം. പിന്നെന്താണ് ഈ ഒരു ടോപ്പിക്കിന് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു റൈറ്ററിൻ്റെ ബുക്കിനകത്ത് ഏത് ആസ്പെക്റ്റാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി പറയുക. ഓക്കെ. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന തിയറിയെക്കുറിച്ചും നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പേജിനകത്ത് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലനേഷൻ ഒന്നും വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ അടുത്തതെന്ന് പറയുന്നത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ കോർ ചാപ്റ്റർ. അതായത് 15 പേജസ് അതുണ്ടായിരിക്കണം. അപ്പോൾ 15 പേജസിനകത്താണ് നിങ്ങൾ ഇപ്പം ഒരു 3 ഓട്ടോബയോഗ്രഫീസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി എന്താണെന്ന് കുറച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് മറ്റുള്ള ഓട്ടോബയോഗ്രഫീസുമായിട്ട് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ള രീതിയിൽ, ഇത് വെറും എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു തരുന്നത്, എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളത്. നിങ്ങളിവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഓരോ വർക്കിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാം. അതായത് ഓരോ ബുക്കിൽ നിന്നും ഓരോ ആസ്പെക്ട് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ഒരു ആസ്പെക്ട് എടുത്തിട്ട് ഈ 5 ബുക്കിനകത്ത് ഇത് എങ്ങനെയാണ് വരുന്നതെന്നും ചെയ്യാം. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഓരോ വർക്ക് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സമ്മറികൾ പറഞ്ഞ് മെയിൻ ക്യാരക്ടേഴ്സ് പറഞ്ഞ് അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ മൊത്തത്തിനകത്ത് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആസ്പെക്ട് ഫ്രം ഓൾ ദി 5 ബുക്സ് ആണ്, അല്ലെങ്കിൽ ഓൾ ദ 3 ബുക്സ് ആണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾ കുറച്ച് സമ്മറി, ഓരോ ബുക്കിലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളതും മെയിൻ തീം എന്താണെന്നും പറയുകയും വേണം. അതുപോലെ തന്നെ ആ ആസ്പെക്ട് ഓരോ വർക്ക്സിനകത്ത് എങ്ങനെ റിഫ്ലക്റ്റഡ് ആവുന്നു. പിന്നെ ചുമ്മാ സമ്മറി പോലെ എഴുതി പോകരുത്. ആ ആസ്പെക്ട് എങ്ങനെയാണ് ഈ ഓരോ ബുക്കിലും വരുന്നതെന്ന് വെച്ചിട്ട്, വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ്, അതായത് കൊട്ടേഷൻസും നമ്മൾ അതിനകത്ത് കാണിക്കേണ്ടി വരും. എന്നാലേ നമുക്ക് ഒരു കറക്റ്റ് പ്രൊജക്റ്റ് വർക്കായിട്ട് അല്ലെങ്കിൽ ഡിസർട്ടേഷനായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്ന ആൾ ഫീമെയിൽ ടു മെയിലിലോട്ട് ട്രാൻസിഷൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ മെയിൽ ടു ഫീമെയിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 ബുക്കിൽ ഏതെങ്കിലും ഒരു ബുക്കിനകത്തുനിന്നെങ്കിലും ഒരു കൊട്ടേഷൻ എടുത്ത് എഴുതുക. അതായത് അപ്പം നമുക്ക് ആ കൊട്ടേഷൻസ്, അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ടീച്ചറിന് അപ്പോൾ മനസ്സിലാവും നമ്മൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഈ കൊട്ടേഷൻസ് അല്ലെങ്കിൽ സൈറ്റേഷൻസ് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർഗ്യുമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബുക്കിൽ നിന്ന് നമ്മൾ സെന്റൻസുകൾ കോട്ട് ചെയ്ത് എഴുതുന്നത്. ഓക്കെ. അപ്പോൾ കോട്ട് ചെയ്ത് എഴുതുന്നതിനുമൊക്കെ MLA ഫോർമാറ്റിൽ ഓരോ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഏത് ബുക്കിനകത്ത് നിന്നാണെങ്കിലും കൊട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ബുക്കിനെ നല്ല രീതിയിൽ സൈറ്റേഷൻ, അതായത് വർക്കിൻ്റെ ഒന്നുകിൽ ആ ഓഥറിൻ്റെ പേരോ അല്ലെങ്കിൽ പേജ് നമ്പറോ ഒക്കെ എഴുതാൻ മറക്കരുത്. അപ്പോൾ അത് നിങ്ങളുടെ MLA ഫോർമാറ്റ് ബുക്കിനകത്ത് കാണും. MLA ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനിൽ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അത് കൺസേൺ ടീച്ചേഴ്സ് പറഞ്ഞു തരും എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊന്നും. അപ്പം കോർ ചാപ്റ്റേഴ്സിനകത്ത് ഒന്നുകിൽ ഒരു ആസ്പെക്ട് എടുത്തിട്ട് എല്ലാ ബുക്കിനകത്തും അതെങ്ങനെ വരുന്നു, അല്ലെങ്കിൽ 5 ബുക്കിനകത്ത് അല്ലെങ്കിൽ 3 ബുക്കിനകത്ത് ഓരോ ആസ്പെക്ട് എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഓൺ കൺവീനിയൻസ് പോലെ. പിന്നെ മസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സൈറ്റേഷൻസ് അല്ലെങ്കിൽ കൊട്ടേഷൻസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ആർഗ്യുമെന്റ്സിന് എവിഡൻസ്, അതായത് ഒരു പ്രൂഫായിട്ട് ഇത് പറയുക. ഇങ്ങനെ ഇന്ന ആർഗ്യുമെന്റ്സിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് ഈ കൊട്ടേഷനിലൂടെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ എഴുതണം. അത് ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അതായത് കൊട്ടേഷൻസ് കോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, കൺക്ലൂഷൻ. അപ്പം കൺക്ലൂഷനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സ്റ്റഡിയിലൂടെ നിങ്ങൾ ഈ 3 ബുക്ക് പഠിച്ചതിൽ, അല്ലെങ്കിൽ ഈ ഒരു 5 ബുക്കിൽ നിങ്ങൾ പിന്നെ പ്രോജക്റ്റ് നടത്തിയതിൽ നിന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഒരു ആസ്പെക്റ്റാണ് നിങ്ങൾ 5 ബുക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആസ്പെക്റ്റിൽ നിന്ന് നിങ്ങൾ ഈ ബുക്കിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെടുക്കുന്നു, പുതിയ ഫൈൻഡിങ്സ് ഏതൊക്കെയാണ്, അതായത് ഈ ബുക്കിനെ ഈ ഒരു ആസ്പെക്റ്റ് വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്തെടുത്തപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായതെന്നുള്ളതാണ് കൺക്ലൂഷനകത്ത് വേണ്ടുന്നത്. അത് വെറും 5 പേജ് മതി. പക്ഷേ നിങ്ങളുടെ ഓൺ കൺക്ലൂഷൻ, അതായത് ഓരോ കൺക്ലൂഷൻ, അതായത് ഒരു ബുക്ക് വായിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നിയത് അല്ലേ, അപ്പം ഈ ഒരു ആസ്പെക്റ്റാണ് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഓരോരുത്തർക്കും അപ്പം ഓരോ ബുക്സ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് തിയറിക്ക് അനുസരിച്ച്, അപ്പം തിയറി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് തിയറി വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നുള്ളത് നോക്കുക. അപ്പം ഇപ്പോൾ ട്രാൻസ് ഓട്ടോബയോഗ്രഫീസ് അല്ലെങ്കിൽ LGBT ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യൂർ തിയറിയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത്. ഓക്കെ. അതല്ലാത്ത തിയറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ തിയറീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ എഴുതുക. അപ്പം പ്ലേജറിസം പോലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലും ഹെൽപ്പ് ചോദിക്കാം. ഇപ്പം അഥവാ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒരുപാട് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഗ്രാമർലി എന്ന് പറഞ്ഞൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം ഓരോ പാരഗ്രാഫിലെയും ഗ്രാമർ മിസ്റ്റേക്ക് മാറ്റി അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് തിയറി അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റാണ് ഈ ഒരു വർക്കിൽ നിന്ന് എടുക്കേണ്ടതെന്നുള്ളത് അപ്പം പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ മറ്റേ മെറ്റ AI അതൊക്കെ വാട്സാപ്പിലുള്ള AI മെറ്റ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം.
അപ്പോൾ അത് മൊത്തത്തിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കോൺസെപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക്, ഒരു ബുക്ക് എടുക്കുകയാണ്, ആ ബുക്കിനകത്ത് ഏത് കോൺസെപ്റ്റ് നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലും മതി. എന്തൊക്കെ തീംസ് എന്തൊക്കെയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ആ ബുക്കിൻ്റെ സമ്മറി വായിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് തിയറിയും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാം. അതായത് ഏത് തിയറി വേണം ഞാൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതെന്നൊക്കെ ഈ AI സോഫ്റ്റ്വെയർസിലൊക്കെ ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് AI സോഫ്റ്റ്വെയറിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം നമ്മളൊരു കാര്യം ജെന്യുവൻ ആയിട്ട് നമ്മുടെ ഒരു എൻഡ് സെമസ്റ്ററിൽ നമ്മൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് നിങ്ങളുടെ 100% ജെന്യുവിനിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് അസിസ്റ്റൻസ് എന്നുള്ള രീതിയിലേ ഉള്ളൂ. അല്ല നമ്മുടെ ജോലി നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ ഏൽപ്പിക്കരുത്. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ടിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പം ഏത് ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് റൈറ്ററിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അയാളുടേതായിട്ടുള്ള കൺസേൺ ലിറ്ററേച്ചർ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് പതുക്കെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ലോജിക്കലായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്രോജക്റ്റ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ടോപ്പിക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഏരിയാസ് കണ്ടുപിടിക്കുക. ദെൻ എന്താണ് വേണ്ടതെന്നുള്ളത് ടോപ്പിക്ക് കണ്ടുപിടിക്കുക. ആ ടോപ്പിക്കിനെ കുറിച്ച് മാക്സിമം മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഇൻ്റർനെറ്റിലാണെങ്കിലും ബുക്സ് വഴിയാണെന്നുണ്ടെങ്കിലും മാക്സിമം മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതായത് പിന്നെ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്ത് ടോപ്പിക്സുകൾ കണ്ടുപിടിക്കാം. പക്ഷേ നിങ്ങൾക്കത് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ബുക്കിനും പറ്റിയ രീതിയിലുള്ള സെക്കൻഡറി റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. കാരണം നിങ്ങൾ വർക്ക് സൈറ്റിനകത്ത് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫിക്കകത്ത് നിങ്ങൾ സെക്കൻഡറി റിസോഴ്സസിനെ കുറിച്ച് ബുക്സ് എന്തായാലും എഴുതേണ്ടി വരും. ഒരു മാക്സിമം എത്രയോ ബുക്സ് ലിമിറ്റ് കാണും എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ടോപ്പിക്ക് വെറുതെ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് പിന്നെ എഴുതാനില്ല എന്നുള്ള രീതി നിൽക്കരുത്. സമ്മറൈസ് പോലെ ചെയ്യരുത്. നമ്മളതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് തിയറി യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നാലേ നമുക്കതൊരു കറക്റ്റ് ഡിസർട്ടേഷൻ ആണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രോജക്റ്റ് തന്നെ നിങ്ങൾക്ക് MA പ്രോജക്റ്റിൽ എക്സ്റ്റെൻഡ് ചെയ്തും ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ടോപ്പിക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടുന്ന സഹായിക്കുന്ന ഹെൽപ്പിംഗ് മെറ്റീരിയൽസ് കൂടുതലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ പുതിയ കണ്ടംപററി ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഫിലിംസ് ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെ പറ്റിയുള്ള സെക്കൻഡറി റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. സെക്കൻഡറി റിസോഴ്സസ് അവൈലബിൾ ഇല്ല നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മാത്രം വ്യൂസ് അല്ലല്ലോ, നമ്മൾ വേറെ ഒരുപാട് വായിച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനകത്ത് പോയിന്റ്സ് എഴുതുന്നത്. സോ അത് ചെയ്യാൻ നോക്കുക. കാരണം ഏത് AI സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും എന്താണ്, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനകത്തൊരു പരിധി വരെ കാണത്തുള്ളൂ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പം ടോപ്പിക്സ് ഈസി ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ളത് എടുത്താലും ന്യൂ ആയിട്ടുള്ള ടോപ്പിക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റേ സെക്കൻഡറി റിസോഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ തിയറി ഏതാണ് അതിനനുസരിച്ചുള്ളതെന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ അത് AI സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂർ തിയറി ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂർ തിയറിയാണ് മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ വേണം നമ്മൾ AI സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാനൊക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് AI സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിക്കിപീഡിയ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. സോ നല്ല രീതിയിൽ റെഫർ ചെയ്ത് എഴുതിയിട്ട്, അതായത് നല്ല രീതിയിൽ ബുക്കുകൾ സെലക്ട് ചെയ്യുന്ന ബുക്കുകൾ എന്തായാലും മസ്റ്റായിട്ടും 5 മെമ്പേഴ്സും വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഓരോരുത്തരും 5 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ബുക്കിനെ നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് ഒരു ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ആ ബുക്കിൽ നിന്ന് ഓരോ ചാപ്റ്റർ വൈസ് മനസ്സിലായ കാര്യങ്ങൾ, ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, തീംസിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് മാറും, വൈവയ്ക്കാണെന്നുണ്ടെങ്കിലും അല്ലാതെയും. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ പറഞ്ഞു തന്നു. കോർ പേജിനകത്ത്, അതായത് 15 പേജസ് നമ്മുടെ മെയിൻ ചാപ്റ്ററിനകത്തെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ തിയറി എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത്, തിയറി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. കൺക്ലൂഷനകത്ത് നിങ്ങളുടെ ഓൺ ഒറിജിനൽ ഫൈൻഡിങ്സ്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഈ ഒരു നമ്മുടെ സെലക്റ്റഡ് ബുക്സിൽ നിന്ന്, അത് വേണം നമ്മൾ ഫൈൻഡിങ്സിനകത്ത് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്ലേജറിസത്തിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ടോപ്പിക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോസ്റ്റ് 1945 ലിറ്ററേച്ചർ, അത് നോക്കാം. ഇപ്പം അല്ലെങ്കിൽ 20th സെഞ്ച്വറി നോവൽസിനെ കുറിച്ച് ചെയ്യാം, ഫിലിം സ്ക്രിപ്റ്റിനെ കുറിച്ച്, ഫിലിംസിനെ കുറിച്ച്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെന്താണ് സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഒരു ഫിലിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഫിലിം ആംഗിൾസ്, ക്യാമറ ആംഗിൾസിനെ കുറിച്ചൊക്കെ ചെയ്യാം. പിന്നെന്താണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓരോ ഫെമിനിസം ഇൻ ഫിലിംസ് എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ലേ. പിന്നെ എന്താണ് ബുക്ക് അഡാപ്റ്റേഷൻസ്, ഫിലിംസ്, അതായത് ഒരു ബുക്കിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഫിലിമിലും പിന്നെ എങ്ങനെ അത് ഡിഫറൻസസ് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എഡിറ്റോറിയൽസ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പം ഒരുപാട് വൈഡ് ഏരിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ടോപ്പിക്ക് ഏത് ചൂസ് ചെയ്താലും സെക്കൻഡറി റിസോഴ്സ് അവൈലബിൾ ആണോ അല്ലയോ എന്ന് നോക്കുക.
നിങ്ങൾക്ക് സോങ്സിനെ കുറിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പോപ്പുലർ ഫോക്ക് ആർട്ട് ഫോംസിനെ കുറിച്ച് ചെയ്യാം. അതായത് തെയ്യം, പുലികളി, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ചെയ്യാം. അപ്പം ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, സെക്കൻഡറി റിസോഴ്സസ് ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ തിയറി സെലക്ട് ചെയ്യുക, ബുക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. മൂന്ന് ബുക്സ് അല്ലെങ്കിൽ ഒരു 4 ബുക്സ്. അപ്പം മാക്സ് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ, പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ബുക്സൊക്കെ വേണം സെലക്ട് ചെയ്യാൻ. ആദ്യമേ ഒരു ഡ്രാഫ്റ്റ് എഴുതി നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ മറ്റേ എന്താ പറയുക എല്ലാവരുടെയും പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതി തുടങ്ങാൻ. അപ്പം ഇതിന് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA ഹാൻഡ് ബുക്ക് 8th എഡിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 9th എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ തിയറി തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കൺവീനിയൻസിനനുസരിച്ചായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സിനകത്തുള്ള അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലുള്ള സീരീസിനെ കുറിച്ചൊക്കെ എടുക്കാം നിങ്ങൾക്ക്, അനിമെ എടുക്കാം നിങ്ങൾക്ക്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക അനിമേഷൻ മൂവീസിനെ കുറിച്ച് എടുക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ അനിമേഷൻ മൂവീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബൈൻഡിങ് ആയിട്ട് വരുന്ന തീംസ് എന്തൊക്കെയാണ്, ഒരൊറ്റ തീം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് മൂവീസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന പ്രസ്സിങ് ഇഷ്യൂസ്, ഇപ്പോഴത്തെ കണ്ടംപററി ഇഷ്യൂസ് ഓരോ സീരീസിലും എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ സീരീസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പുതിയ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്, ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, പിന്നെ ക്യാമറ എന്തെങ്കിലും എഫക്റ്റുകൾ പുതിയതായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെയാണ് ഈ സീരീസിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്, അതുമൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അനിമേ സീരീസ് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യാൻ, അല്ലേ? പ്രൈം വീഡിയോ ആണെന്നുണ്ടെങ്കിലും നെറ്റ്ഫ്ലിക്സിലാണെന്നുണ്ടെങ്കിലും അഥവാ എന്താണെന്നുണ്ടെങ്കിലും. ഇപ്പം ഈ സീരീസിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഓഫ് ഡ്രാഗൺ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹിസ്റ്റോറിക്കൽ പോർട്രേൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഫിക്ഷണലായിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങളെ പോർട്രേ ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ലിസ്റ്റ് ഓഫ് എന്താ പറയുക ഒരു കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പിന്നെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ തന്നെ ഫിലിംസ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗബ്രിയ ഗാർഷ്യ മാർക്വസിൻ്റെ 100 Years of Solitude ഇപ്പം സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2024 തന്നെ ഇറങ്ങിയതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു സീസൺ എത്ര എപ്പിസോഡ്സ് 7 or 8 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ആ ബുക്കിനെ അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നോക്കാം. അപ്പോൾ അഡാപ്റ്റേഷൻ സ്റ്റഡീസ് പോലെ നമുക്കത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡ്രാക്കുള, നെറ്റ്ഫ്ലിക്സിലെ ഡ്രാക്കുളയും അതുപോലെ തന്നെ നോവൽ ഡ്രാക്കുളയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ എന്തെങ്കിലും നമുക്ക് അങ്ങനെ പഠിക്കാം. പിന്നെ ഷേക്സ്പിയറിൻ്റെ തന്നെ മോഡേൺ അഡാപ്റ്റേഷൻസ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയുക ഐഡന്റിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്യൂർ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സിനകത്ത് വരുന്നത് തന്നെ കുറേ കിടപ്പുണ്ട്. ക്യൂറിന്റെ തന്നെ സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ക്യൂർ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് ഈ മോഡേൺ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിനകത്ത് വരുന്നത്. പിന്നെ റേസും ഐഡന്റിറ്റി എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫെമിനിസം എങ്ങനെയാണ് വരുന്നത്. അതൊരു 3-4 സീരീസ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 സിനിമകളോ സീരീസോ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നോക്കാം. പിന്നെ ഡയസ്റ്റോപ്പിയൻ തീംസ് എങ്ങനെയാണ് വരുന്നത്, അതായത് ഈ ഡാർക്ക് തീംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പോക്കാലിപ്റ്റിക് നെറേറ്റീവ്സ് എങ്ങനെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഡാർക്ക് സൊസൈറ്റി അല്ലെങ്കിൽ ഡയസ്റ്റോപ്പിയൻ സൊസൈറ്റിയെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ അനിമയ്ക്കകത്ത് ഈ എന്താ പറയുക അനിമയ്ക്കകത്ത് വരുന്ന തീംസ് അത്. പിന്നെ മിത്ത്, ലെജൻഡ് ആൻഡ് ഫാന്റസി എടുക്കാം നമുക്ക്. മിത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിങ്സ് ഓഫ് പവർ എന്നുള്ള ആ സീരീസ് എടുക്കാം നമുക്ക്. പിന്നെ ഷാഡോ ആൻഡ് ബോൺ എന്ന് പറഞ്ഞതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഡീമൺ സ്ലെയറിന്റെ അതിനകത്തൊക്കെ മിത്തോളജിക്കൽ അഡാപ്റ്റേഷൻ, അതൊരു അനിമയാണ്. മിത്തോളജിക്കൽ അഡാപ്റ്റേഷൻ എങ്ങനെ അതിനകത്ത് വരുന്നു, മിത്തോളജി എങ്ങനെ റീടെൽ ചെയ്ത് പറയുന്നു, ഹീറോയുടെ ജേണി, അതൊക്കെ നമുക്ക് അതിനകത്ത് വെച്ചിട്ട് പറയാം. പിന്നെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോജാക്ക് ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞതിനകത്ത് ആ ഒരു കാർട്ടൂൺ സംഭവത്തിനകത്ത് ട്രോമയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ് അങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഫിലിംസും സീരീസും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറയാം. പിന്നെ പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ മെറ്റാ നറേറ്റീവ്സ്, പിന്നെ അത് പോസ്റ്റ് മോഡേണിനകത്ത് വരുമ്പോൾ റിക്ക് ആൻഡ് മോർട്ടി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കാർട്ടൂൺ പോലെയുണ്ട്. അപ്പോൾ അതിനകത്ത് പോസ്റ്റ് മോഡേൺ എലിമെന്റ്സ് എങ്ങനെ വരുന്നു. പിന്നെ കൾച്ചറൽ കമന്ററി, സ്ക്വിഡ് ഗെയിമിനകത്തുള്ള ക്ലാസ് സ്ട്രഗിൾസ് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ കൊളോണിയലിസം, റെസിസ്റ്റൻസ്, കൾച്ചറൽ ഐഡന്റിറ്റി വരുന്നത്, അതൊക്കെ അനിമയ്ക്കകത്ത് പഠിക്കാം. പിന്നെ ജെൻഡർ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ സെക്സ്
സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിനകത്ത് നല്ല പക്കയായിട്ട് ജെൻഡറിന്റെ ക്യൂറിനെ കുറിച്ചും ജെൻഡറിന്റെ ഇഷ്യൂസിനെ കുറിച്ചും ഫെമിനിസം എല്ലാം വരുന്നുണ്ട്. അപ്പം സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കുറച്ച് എന്താ പറയുക, അതൊരു ഇച്ചിരി കൂടെ അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു അഡൾട്രേറ്റഡ് സീരീസ് ആണെങ്കിൽ പോലും അതിനകത്ത് നല്ല രീതിയിലുള്ള കണ്ടംപററി ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ജെൻഡർ ഇഷ്യൂസും ഫെമിനിസം വരുന്നുണ്ട്, ക്യൂർ സ്റ്റഡീസ്, അതുപോലെ തന്നെ ലെസ്ബിയൻ, ഗേ അതെല്ലാം വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഫീമെയിൽ എംപവർമെന്റ് എങ്ങനെ അനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ദ ക്രൗൺ എന്ന് പറഞ്ഞ് ഒരു സീരീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് മസ്കുലിനിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. പിന്നെ ഹൊറർ ആൻഡ് സൂപ്പർ നാച്ചുറൽ ജോണർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കിടപ്പുണ്ട്. അത് മറ്റേ നമ്മുടെ സ്റ്റീഫൻ കിങ്ങിന്റെ നോവൽസ്, മറ്റേ നോവൽസിനെ സിനിമയാക്കിയത് ഇറ്റ് വരുന്നുണ്ട്. ഇറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. സ്റ്റീഫൻ കിങ്ങിന്റെ തന്നെ വേറെ കുറേ നോവൽസിനെ ഫിലിം ആക്കിയതുണ്ട്. ഹൊറർ ആണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്തോനേഷ്യൻ ഹൊറർ മൂവീസ് എടുക്കാം, കൊറിയൻ ഹൊറർ മൂവീസ് എടുക്കാം. പിന്നെ അതായത് ഗോതിക്ക് അല്ലെങ്കിൽ ഹൊറർ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്, ഹോണ്ടിങ് ഓഫ് ഹിൽ ഹൗസ്, ഹോണ്ടിങ് ഓഫ് ബ്ലൈ മേനർ, ഇങ്ങനെയുള്ള സീരീസിനകത്തൊക്കെ അത് ഹൊറർ വരുന്നുണ്ട്. പിന്നെന്താണ്, ഗുഡ് ഒമൻ എന്ന് പറഞ്ഞ സീരീസിനകത്ത് ഫോക്ലോറിന്റെ റോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതുണ്ട്. പിന്നെ ഡെത്ത് നോട്ട് എന്നുള്ള ആ ഒരു ഫിലിമിനകത്ത് സൈക്കോളജിക്കൽ ഹൊറർ, അതായത് അനിമയാണ്, അതിനകത്ത് എങ്ങനെയാണ് സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ടെക്നോളജി ആൻഡ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മിറർ, അതിനകത്ത് എക്സ് മെഷീന എന്നൊക്കെയുള്ള വർക്ക്സിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അനീമയ്ക്കകത്ത്, അതായത് സ്വോർഡ് ആർട്ട് ഓൺലൈൻ എന്നുള്ള അനീമയ്ക്കകത്ത് എങ്ങനെ ടെക്നോളജിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഫിലിംസ് ഒക്കെയാണ് നിങ്ങൾക്ക്, സീരീസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഫ്രം എ ഫിലിം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകളും നമുക്ക് എടുക്കാം. ബുക്സിന്റെ റിലേറ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നത് പിന്നെ ഈ അണ്ടർ റെപ്രസെന്റഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ചില റൈറ്റേഴ്സ്, അതായത് ശിവമാൻഡ എൻഗൂസി അഡീച്ചി അല്ലെങ്കിൽ അരുന്ധതി റോയ് പോലെയുള്ള ഓതേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. അവരുടെ നോവൽസിനകത്ത് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത്. ക്യൂർ ലിറ്ററേച്ചർ വെച്ച് പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് LGBTQ നോവൽസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്. അത് ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ ഓട്ടോബയോഗ്രഫി പ്ലസ് മറ്റ് രാജ്യത്തിന്റെ അത് വെച്ച് കമ്പയർ ചെയ്യാം. പിന്നെ ഇൻഡിജീനിയസ് നെറേറ്റീവ്സ്, അതായത് ഈ മറ്റേ ട്രൈബൽ കൾച്ചറിനെ കുറിച്ച് പറയുന്ന നോവൽസ്. പിന്നെ ക്ലൈമറ്റ് ഫിക്ഷൻ, അത് കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ക്ലൈമറ്റ് ഫിക്ഷൻ, അതിനെക്കുറിച്ച് പഠിക്കാം. പിന്നെന്താണ്, മിത്തോളജിയെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനാവാം. അത് മിത്തോളജി ആകുമ്പോഴെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ദേവദത്ത് പട്ടനായിക്കിന്റെ അദ്ദേഹത്തിന്റെ നോവൽസും അദ്ദേഹത്തിന്റെ റൈറ്റേഴ്സും ഒക്കെ നമുക്ക് നോക്കാം. പിന്നെന്താണ് പറയുന്നത്, മെന്റൽ ഹെൽത്ത് ആൻഡ് ട്രോമയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നോവൽസ് ഉണ്ട്. പിന്നെ ഇറ്റ് എൻഡ്സ് വിത്ത് അസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നോവൽസ് ഉണ്ട്, കോളിൻ ഹൂവറിന്റെ ഒക്കെ. അപ്പോൾ അത് നോക്കാം. അതൊക്കെ എന്ന് വെച്ചാൽ ട്രോമ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയാണ്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ അതും, അതായത് കൊളോണിയലിസം, പിന്നെ അങ്ങനത്തുള്ള ടോപ്പിക്സ് വരുന്നത്. പിന്നെ ഫെമിനിസ്റ്റ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് നോക്കാം. പിന്നെ സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡയസ്റ്റോപ്പിയ, മാർഗരറ്റ് ആറ്റ്വുഡിന്റെ വർക്കിനകത്തൊക്കെ അതൊക്കെ വരുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു പോകുന്നത്, അതാണ് സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാൻഡമിക് ലിറ്ററേച്ചർ ഉണ്ട്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു റീസെന്റ് ട്രെൻഡാണ്. അതായത് എന്തെങ്കിലും നമ്മളിപ്പോൾ സർവൈവൽ ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ, സീരീസും മൂവീസും കാണുന്ന പോലെ, അതുപോലെ തന്നെ പാൻഡമിക് ലിറ്ററേച്ചർ എന്നും പറഞ്ഞുണ്ട്. അത് സ്റ്റേഷൻ 11 എന്നുള്ള വർക്കുണ്ട്, സെവറൻസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. പിന്നെ ടെക്നോളജിയായിട്ട് അങ്ങനെ വരുന്നതുണ്ട്. ഹിസ്റ്റോറിക്കൽ ഫിക്ഷന്റെ കുറേ വർക്ക്സ് ഉണ്ട്. പിന്നെന്താണ് വരുന്നത്, അപ്പം ഇത്രയൊക്കെ കമ്പൈൻ ചെയ്തൊക്കെ എഴുതാം നമുക്ക്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, പോസ്റ്റ് കൊളോണിയലിസം, ഇക്കോ ക്രിറ്റിസിസം, ഇക്കോ ക്രിട്ടിക്കൽ റീഡിങ്സ് ഓഫ് എ ടെക്സ്റ്റ്. അപ്പോൾ മലയാളം നോവൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും, പക്ഷേ മലയാളം നോവൽസ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെക്കൻഡറി റിസോഴ്സ്, ട്രാൻസ്ലേഷൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കി വേണം സെലക്ട് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം.